അച്ഛൻ പറഞ്ഞത് ഞാൻ ദൂരെന്നേ കണ്ടു. അച്ഛനിപ്പോ ആലോചിക്കുന്നത് എന്തെന്ന് ഞാൻ പറയട്ടെ. ഇവളുടെ ശാഠ്യത്തിന് വഴങ്ങി വേറെ നിവൃത്തിയില്ലാണ്ട് എന്റെ മോളെ ഞാൻ ഇങ്ങനൊരിടത്തേക്ക് അയച്ചുല്ലോ എന്ന്, ഇങ്ങനൊരാളുടെ ഭാര്യയായിട്ട്. ശരിയല്ലേ അച്ഛാ? മോളെ, എങ്കിൽ കേട്ടോളൂ, അച്ഛന് തെറ്റി. ഇങ്ങനൊരാളെ കിട്ടിയത് എന്റെ ഭാഗ്യാണ് അച്ഛാ. കൊച്ചുകുട്ടികളുടെ പ്രകൃതാണെന്നല്ലാണ്ട് വേറെ ഒരു ദോഷവുമില്ല. കള പറഞ്ഞുകൂടാത്ത മനസ്സാണ്. നേരാണച്ചാ, ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണതല്ല. മോളെ, എന്നോളം ഭാഗ്യം നന്ദിനിക്ക് മാലതിക്ക് നേടിക്കൊടുക്കാൻ അച്ഛനെ കൊണ്ടാവില്ല. അച്ഛൻ വന്നു എന്നറിഞ്ഞ് ഞാൻ ഓടി വരികയായിരുന്നു. അച്ഛനല്ല, അമ്മാമനാ വിളിക്കേണ്ടത്. അച്ഛാന്ന് മതിയാവോളം വിളിച്ചിട്ടില്ല. ആചാരം എന്താ ആവട്ടെ, ഞാൻ അച്ഛാന്നെ വിളിക്കൂ. ആഹാ, നല്ല കാര്യായി. അച്ഛൻ വന്നിട്ട് വന്ന കാലത്ത് തന്നെ നിർത്തി വർത്താനം പറയാ. അങ്ങോട്ടിരിക്കായിരുന്നല്ലോ, കാപ്പി എടുക്കാം. വേണ്ട, ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. ഞങ്ങൾക്കും ഇല്ലേ ചില മര്യാദകളൊക്കെ. വരാ കുട്ടിയെ. ആ, പഠിക്കാവുന്നിടത്തോളം പഠിക്കട്ടെ. കഴിച്ചോളൂ, സാവകാശം ഇരുന്ന് കഴിച്ചോളൂ. അതെ കുട്ടി, അച്ഛന്റെ കയ്യില് വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുത്തയക്കണ്ടേ? കുറച്ച് പഴം പൊതിഞ്ഞെടുക്കാം. പിന്നെന്താ വേണ്ടേ? വേണ്ട. എന്താ വേണ്ടാത്ത? പതിവില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. വേണ്ട, അച്ഛൻ അതൊന്നും ഇഷ്ടാവില്ല. അതുകൊണ്ടാ വേണ്ട കല്യാണിയമ്മേ. കുട്ടിയുടെ ഇഷ്ടം. അനിയൻ നമ്പര ഒന്നാ അവിടെ നിൽക്കുക. എന്താ എന്നെ? അപ്പൊ പിഷാരടിന്ന് വിളിക്കില്ലാന്ന് തന്നെ അല്ലേ? എന്താണാവോ? എനിക്കാരും കത്തയക്കാനില്ലല്ലോ. കത്തുണ്ട്, പക്ഷെ തമ്പരാനല്ല, ആ പൊതുവാളൂട്ടിക്കാ. നിയമനോത്തരവാ. വീട്ടിലന്വേഷിച്ചപ്പോ എവിടെയാണെന്ന് നിശ്ചയില്ലാത്തതേ. തമ്പരാൻ അറിയാതെ വരില്ലല്ലോ. എനിക്കും അറിയില്ല. അവനും നിശ്ചയില്ലായിരുന്നു എവിടേക്കാ പോകണമെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? 1-ാം തീയതിക്കുള്ളിൽ ഹാജരാവണമെന്നാ ഉത്തരവ്. ഇല്ലാച്ച അവസരം പോവും. ഓരോ യോഗേ ഉത്തരവ് മടക്കിയേക്കാം, അത്ര തന്നെ.